കണ്ണൂരിൽ കുറച്ചു കാലം സമാധാനം വന്നപ്പോൾ ഈ പ്രതികളെല്ലാം, ഈ ക്രിമിനലുകളെല്ലാം ഈ രീതിയിലേക്ക് മാറി. CPM തിരുത്താൻ തയ്യാറുണ്ടോ? അവിടെ വലിയ വിവാദം വന്നു. പി ജയരാജനെതിരായിട്ട് ഔദ്യോഗിക പക്ഷം ചില ഒളിയമ്പുകൾ എഴുതു. പി ജയരാജൻ തിരിച്ചടിക്കാൻ തുടങ്ങി. പരസ്പരം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമണം നടന്നു. തെറ്റ് തിരുത്തുകയല്ല, പ്രശ്നം മൂടിവെക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. SFI അക്രമങ്ങളുടെ കാര്യത്തിൽ അതേ സമീപനം. SFIക്കാരെ സംരക്ഷിക്കുക, ഇടിമുറി ഇല്ലെന്ന് പറയുക, പ്രിൻസിപ്പാളെ പേരിൽ കേസെടുക്കുക. കൊട്ടേഷൻ സംഘങ്ങളുടെ കാര്യം വരുമ്പോൾ അവർ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുക. ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? ജി സുധാകരൻ പരസ്യമായിട്ട് പറഞ്ഞു പാർട്ടി ഒരു മാഫിയയുടെ കയ്യിലായി. ആരാണ് മാഫിയ? എല്ലാവർക്കും അറിയാം. ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച ആള്, അമ്പലപ്പുഴയിൽ നിയമസഭയിലെ MLA, ഇവരെല്ലാം അടങ്ങുന്ന ഒരു മാഫിയ സംഘമാണ് ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. അതും ഇത് തന്നെയാണ്. മണൽ വാരല്, കരിമണൽ ഖനനം, കൊട്ടേഷൻ സംഘങ്ങൾ, വണ്ടിക്കച്ചവടം, വണ്ടിപിടുത്തം, ഇതൊക്കെ നടത്തുന്നത് CPIM പാർട്ടിയാണ്. ആ പാർട്ടി ഒരു മാഫിയ പാർട്ടിയായിട്ട് മാറിയെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അവിടെയും തെറ്റുതിരുത്തലില്ല. അവിടെയും നടക്കുന്നത് ഇത് തന്നെയാണ്. എല്ലാം ഒത്തുതീർപ്പാക്കുകയാണ്. ഇപ്പം CPIM തിരുത്താനാവാത്ത വിധം, രക്ഷപ്പെടാനാവാത്ത വിധം മുങ്ങിത്താഴുകയാണ്. ആ കാരണങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് SNDP, BJP എന്ന് പറഞ്ഞ് അവരിങ്ങനെ നാഴിക 40 വട്ടം മന്ത്രം ഉരുവിടുകയാണ്. ഇത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹിന്ദു സംഘടനകളെ വേട്ടയാടി, അവരെ ഭയപ്പെടുത്തി, തങ്ങളുടെ തെറ്റുകൾ മറച്ചു വയ്ക്കാനുള്ള നിങ്ങളുടെ ഒരു നീക്കവും ഇവിടെ നടപ്പില്ല. വ്യാപകമായി നടന്ന് ഞങ്ങൾ ഗ്രാമങ്ങളിലെല്ലാം നിങ്ങളുടെ ഈ കള്ളപ്രചരണത്തിനെതിരായിട്ടുള്ള പ്രചാരവേല സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നയങ്ങൾ, ഞങ്ങളുടെ വ്യാപകമായ പ്രചാരണം ഞങ്ങൾ ആരംഭിക്കാം. 9-ാം തീയതി, ജൂലൈ 9-ാം തീയതി പാർട്ടിയുടെ വിശാല നേതൃയോഗം, സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉപരിയുള്ള നേതാക്കന്മാരാണ് ഒരു ദിവസം മുഴുവൻ കൂടുന്നത്. പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ JP നഡ്ഡ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിലുള്ള ഈ പ്രചാരണം, അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ അവിടെ ആസൂത്രണം ചെയ്യും. വ്യാപകമായിട്ടുള്ള പ്രചാരണം, സർക്കാരിൻ്റെ അനീതിക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രതിഷേധങ്ങൾ, സമരങ്ങൾ, തെറ്റായ നടപടികൾക്കെതിരായിട്ട് ശക്തമായി നടത്താനാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സന്ദേശം. വോട്ട് ഞങ്ങൾക്ക് നൽകി. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള പ്രയോജനം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങൾക്കാണ് നൽകിയത്, UDFനല്ല. അതുകൊണ്ട് കേരളത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷമായി, ജനങ്ങളുടെ പ്രശ്നമായി ഈ ആശയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങളും പ്രചാരണ വേലകളും സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഞാനതിന് മറുപടി പറഞ്ഞല്ലോ. ഞങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റിയതിന് കാരണം നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾ മാറ്റിയ ഒരാളല്ലേ, ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയതല്ലല്ലോ. ഞങ്ങൾ പാർട്ടി നടപടിയെടുത്ത് മാറ്റിയ ഒരാളെ സ്വീകരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അത് ജില്ലാ സെക്രട്ടറിയും മന്ത്രിയൊക്കെ സ്വീകരിക്കാൻ മാത്രം ഇയാൾ ആരാണ്? അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കൂടെ നിർത്തണം. അവിടെ പമ്പയിൽ അറിയാലോ, മണൽ വാരൽ, പല പല ഉദ്ദേശങ്ങളുണ്ടാവും. അതിനുവേണ്ടിയാണ്. ഞാൻ വായിച്ചു, നടൻ എന്നുള്ളതിൽ എല്ലാവരും പണം വാങ്ങുന്നില്ല, എന്താ തെറ്റുള്ളൂ? അല്ല, സർക്കാർ പരിപാടിയോ ജനങ്ങളെ പരിപാടിയോ ഒന്നുമല്ല. സിനിമാ നടൻ എന്നുള്ള നിലയിൽ ആൾക്കാർ വിളിക്കുന്ന പരിപാടികളായിരിക്കും ഉദ്ദേശിച്ചത്. സിനിമാ നടന്മാരെല്ലാം പണം വാങ്ങുന്നില്ല. മുകേഷ് വാങ്ങുന്നില്ലേ? ഗണേഷ് കുമാർ വാങ്ങുന്നില്ലേ? അതിനൊന്നും വലിയ പരാതി എന്തിനാണ് കൊണ്ടുവരുന്നത്? അദ്ദേഹം സിനിമാ നടനാണെന്ന്, അദ്ദേഹം സിനിമ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും. സിനിമാ നടന്മാരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് വെറുതെയാണോ? അവർക്ക് വലിയ ലാഭമല്ല അതുകൊണ്ടുണ്ടാവുന്നത്.
മറ്റു കാര്യങ്ങളെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടന്മാരെ പിന്നാലെ ഓടുന്നത് എന്തിനാണ്? അവർക്ക് അതുകൊണ്ടുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ? ഫ്ലക്സ് ബോർഡും ഹോർഡിങ്സൊക്കെ വെക്കുന്ന പോലെ തന്നെയല്ലേ അവർ നടന്മാരെ വിളിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നു. അതിനൊക്കെ പാർട്ടിയായിട്ട് എന്തിനാണ് ബന്ധിപ്പിക്കുന്നത്?